ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിളക്കോട് നെല്ലേരി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ രണ്ടാമത് നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം സമാപന ദിവസം. അപ്പം എല്ലാവരും ഉറക്കെ അത് ജപിക്കാൻ വേണ്ടി തയ്യാറെടുക്കുക. ഹരയേ നമ. നിങ്ങളെ ശബ്ദവും കൂടി കേൾക്കുമ്പോൾ ഭഗവാന്റെ കണ്ണുകളും തുറക്കുന്ന പറയും. ഹരയേ നമ. ഹരയേ ഹരയേ നമ. ഹരയേ നമ. ഹരയേ നമ. ഹരയേ നമ. പതിതസ്കരിതശ്ചാർത്ഥശ്രുത്വാ വാവിശോ ബ്രുവൻ ഹരേ നമ ഇത്യുച്ചൈർമുച്യതേ സർവപാതകാൽ. സങ്കീർത്യമാനോ ഭഗവാനനന്ദ ശ്രുതാനുഭാവോ വ്യസനം ഹി പുംസാം പ്രവിശ്യ ചിത്തം വിധുനോത്യശേഷം യഥാ നമോർക്കാദ്ഭവിവാദിവാദാം മൃഷാവിരസ്താശസതീരസൽക്കഥാം ന കഥ്യതേ യദ്ഭഗവാനധോക്ഷജ തദേവ സത്യം തദുരൈവ മംഗളം തദേവ പുണ്യം ഭഗവദ്ഗുണോദയം തദേവ രമ്യം രുചിരം നവം നവം തദേവ ശശ്വന്മനസോ മഹോത്സവം തദേവ ശോകാർണവശോഷണം നൃണാം യദുത്തമശ്ലോകേശോനുഗീയതേ നദധ്വജശ്ചിത്രപദം ഹരേർയശോ ജഗൽപവിത്രം പ്രഗൃണീതകർഹിൽ തദ്ഭാംസതീർത്ഥം നതു ഹംസസേവിതം യത്രാച്യുതസ്തത്ര ഹി സാധവോ മലാഃ സവാഗ്വിസർഗോ ജനതാഃ സംപ്ലവോ യസ്മിൻ പ്രതിശ്ലോകമബദ്ധവത്യപി നാമാന്യനന്ദസ്യേഷോംഗിതാനി യത് ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവാ നൈഷ്കർമ്മ്യമപ്യച്യുതഭാവവർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം കുതഃ പുനഃ ശശ്വതഭദ്രമീശ്വരേ നഹ്യർപ്പിതം കർമ്മ യദപ്യനുത്തമം യശശ്രിയാമേവ പരിശ്രമഫലോ വർണ്ണാശ്രമാചാരതപശ്രുതാദിഷു അവിസ്മൃതി ശ്രീധരപാദപത്മയോർ ഗുണാനുവാദശ്രവണാദിഭിർഹരേ അവിസ്മൃതി കൃഷ്ണപദാരവിന്ദയോ ക്ഷിണോദ്യഭദ്രാണി ശമം തനോതി ച സത്വസ്യ ശുദ്ധിം പരമാത്മഭക്തിം ജ്ഞാനം ച വിജ്ഞാനവിരാഗയുക്തം യൂയം ജാഗ്രയാബലഭൂരിഭാഗ യച്ഛശ്വതാത്മന്യഖിലാത്മഭൂതം നാരായണം ദേവമദേവമീശം സമജസ്രഭാവാഭജതാവിവേശ്യ അഹം ച സംസ്മാരിതാത്മകത്വം ശ്രുതം പുരാമേ പരമർഷിവക്ത്ര പ്രായോപവേശേ ദ്രവതേ പരീക്ഷിത സദസൃഷീണാം മഹതാം ച ശൃണ്വതാം ഏതദ്വഃ കഥിതം വിപ്രാ കഥനീയോരുകർമ്മണ മാഹാത്മ്യം വാസുദേവസ്യ സർവാശുഭവിനാശനം യേവം ശ്രാവയേന്നിത്യം യാക്ഷാമനന്യധീഃ ശ്രദ്ധാവാൻ യോ ശൃണുയാത് പുനാത്യാത്മാനമേവ സാ ദ്വാദശ്യാമേകാദശ്യാം വാ ശൃണ്വന്നായുഷ്യവാൻ ഭവേത് പഠത്യനശ്നൻ പ്രയതസ്തതോ ഭവത്യപാതകീ പുഷ്കരേ മധുരായാം ച ദ്വാരവത്യാം യദാത്മവാൻ ഉപോഷ്യ സംഹിതാമേകാം പഠിത്വാ മുച്യതേ ഭയാത് ദേവതാ മുനയഃ സിദ്ധാ പിതരോ മനവോ നൃപാഃ യച്ഛന്തി കാമാൻ നൃപദാ ശൃണ്വതോ യസ്യ കീർത്തനാത് ഋജോ യജൂംഷി സാമാനി ദ്വിജോധീത്യാനി വിന്ദതേ മധുകുല്യാ ധൃതകുല്യാ പയകുല്യാശ്ച തത്ഫലം പുരാണസംഹിതാമേകാമധീത്യ പ്രേതോ ദ്വിജ പ്രോക്തം ഭഗവതായത്തു തൽപദം പരമം വ്രജേത് വിപ്രോധീത്യാപ്നുയാത് പ്രജ്ഞാം രാജന്യോ ദധിമേഖലാം വൈശ്യോ നിധിപതിത്വം ച ശൂദ്രശുദ്ധേതപാദകാൽ കലിമലസംഹിതകാലനുഹിരേശോ ഹരിവിതരത്രതഗീയദേഹഭീഷ്ണം ഇഹ പുനർഭഗവാനശേഷമൂർത്തി പരിപഠിതോനുപദം കഥാപ്രസംഗൈ തമഹമജമനന്തമാത്മതത്വം ജഗതുദയസ്ഥിതി സംയമാത്മശക്തിം യുവതിഭിരശക്രശങ്കരാദ്യ ദുരവസിതസ്തവമച്യുതം നതോസ്മി ഉപജിതനവശക്തിഭിസ്വാത്മൻ
ഉപരിചരിതസ്ഥിരലിംഗമാലയായ ഭഗവത ഉപലബ്ധിമാത്രധാമ്നേ സുരഋഷഭായ നമഃ സനാതനായ സ്വസുഖനിവൃതദേതാസ്തഭ്യുതസ്താന്യഭാവോപ്യജിതരുചരിയാകൃഷ്ണസുരസ്തദീയം വ്യതനുതകൃപായസ്തത്വദീപം പുരാണം തമഖിലവർജിനഘ്നം വ്യാസസൂനും നതോസ്മി. ഓം കൃഷ്ണാർപ്പണമസ്തു. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായ ദ്വാദശസ്കന്ധേ ദ്വാദശസ്കന്ധാർത്ഥനിരൂപണം നാമ ദ്വാദശോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. त्रयोदशोऽध्यायः. सूत उवाच यं ब्रह्मा वरुणेन्द्ररुद्रमरुतस्तुन्वन्ति दिव्यैस्तवैर्वेदैः साङ्गपदक्रमोपनिषदैर्गायन्ति यं सामगाः ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुःसुरासुरगणा देवाय तस्मै नमः. पृष्ठे भ्राम्यतमन्दमन्दरगिरिग्रावाग्रकण्ठोयना निद्रालोकमठाकृतेर्भगवतश्वासानिलापान्धुवा यत्संस्कारकलानुवर्तनवशाद्वेलानिभेनाम्भसा यातायातमनिन्द्रितं जलनिरेणाद्यापि विश्राम्यते. पुराणसङ्ख्यासम्भूतिमस्य वाच्यप्रयोजने दानं दानस्य माहात्म्यं पाठादेश्च निबोधता. ब्राह्मं दशसहस्राणि वात्मं पञ्चोनलक्ष्यजां श्रीवैष्णवं त्रयोविंशच्चतुर्विंशतिचैवकं दशाष्टो श्रीभागवतं नारदं पञ्चविंशति मार्कण्डं नववाह्नं च दशपञ्चचतुश्शतं चतुर्दश भविष्यं स्यात् तथा पञ्चशतानि च दशाष्टो ब्रह्मवैवर्तं लिङ्गमेकादशैवतु चतुर्विंशतिवाराहमेकाशीतिसहस्रकं स्कान्दं शतं तथा चैकं वामनं दशकीर्तितं और्मं सप्तदशाख्यातं हास्यं तत्तु चतुर्दश एकोनविंशतिसौपर्णं ब्रह्माण्डं द्वादशैवतु एवं पुराणसन्दोहश्चतुर्लक्ष उदाहरणा तत्राष्टादशसहस्रं श्रीभागवतमिष्यते. इदं भगवता पूर्वं ब्रह्मणेन नाभिपङ्कजे स्थिताय भववीराय कारुण्यात् सम्प्रकाशितम् आदिमध्यावसानेषु वैराग्याख्यानसेषु हरिलीलाकथाप्रादानन्ति तत्सुरम् सर्ववेदान्तसारं यद्ब्रह्मात्मैकत्वलक्षणं वस्त्वद्वितीयं तन्निष्ठं कैवल्यैकप्रयोजनं प्रौष्ठपद्यां पौर्णमास्यां हेमसिंहसमन्वितं ददार्यो भागवतं सयादि परमां गतिं राजन्ते तावदन्यानि पुराणानि सदाङ्गणे यावन्न दृश्यते साक्षात् श्रीमद्भागवतं परं सर्ववेदान्तसारं हि श्रीभागवतमिष्यते तस्य नान्यत्र स्यात् यदि क्वचित् निम्नानां यथा गङ्गा देवानामच्युतो यथा वैष्णवानां यथा शम्भो पुराणानामिदं तथा क्षेत्राणां चैव सर्वेषां यथा काशी ह्यनुत्तमा तथा पुराणव्रातानां श्रीमद्भागवतं द्विजाः श्रीमद्भागवतं पुराणममलं यद्वैष्णवानां प्रियं यस्मिन् पारमहंस्यमेवममलं ज्ञानं परं गीयते तत्र ज्ञानविरागभक्तिसहितं नैष्कर्म्यमाविष्कृतं तच्छृण्वन् विपठन् विचारणपरो भक्त्या विमुच्येन्नरा कस्मै येन विभासितोऽयमतुलो ज्ञानप्रदीपं पुरा तद्रूपेण च नारदाय मेये कृष्णाय तद्रूपिणा योगीन्द्राय तदात्मनाथ भगवद्रादाय कारुण्यतः तच्छुद्धं विमलं विशोकमृतं सत्यं परं धीमहि नमस्तस्मै भगवते वासुदेवाय साक्षिणे यैदं कृपया तस्मै व्याजलक्षे मुमुक्षवे योगीन्द्राय नमस्तस्मै सुखाय ब्रह्मरूपिणे संसारसत्पदष्टं यो विष्णुरातममोमुचत् भवे भवे यथा भक्ति पारयोस्तव जायते तथा कुरुष्व देवेश नाथस्त्वं नो यतः प्रभो नाम संकीर्तनं यस्य सर्वपापप्रणाशनं प्रणामो दुःखशमनः तं नमामि हरिं परम्. श्रीकृष्णार्पणमस्तु. श्रीमद्भागवते महापुराणे वैयासिक्याम् अष्टादशसाहस्र्यां पारमहंस्यां संहितायां द्वादशस्कन्धे
त्रयोदशोऽध्यायः द्वादशस्कन्धस्तमाप्तः सम्पूर्णोऽयं ग्रन्थः तुदीयं वस्तु गोविन्द तुभ्यमेव समर्पये तेन त्वदङ्घ्रिकमले यतिं मे यच्छ शाश्वतीम् ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. രണ്ട് കാര്യങ്ങൾ ഒരു സമയം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, ആ സാമൂഹ്യ ആരാധനയുടെ കാര്യം. എല്ലാ ആഴ്ചയിലും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഭഗവാന്റെ നാലമ്പലത്തിന് ചുറ്റും നമശിവായ എന്നുള്ള മന്ത്രത്തോടു കൂടി ഒരു 3 തവണ പ്രദക്ഷിണം ചെയ്യാൻ തയ്യാറെടുക്കുക. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു പ്രദക്ഷിണം ക്ഷേത്രത്തിന് ചുറ്റും വരും. അത് നിർബന്ധമായിട്ടും നമുക്ക് അനുഷ്ഠിക്കാൻ സാധിക്കണം. രണ്ടാമത്തെ കാര്യം, തിരുവാതിര എപ്പോഴാണ് വരുന്നത്? ധനുമാസത്തിലെ തിരുവാതിര. ആ തിരുവാതിരക്ക് രുദ്രയജ്ഞം നടക്കും ക്ഷേത്രത്തിൽ. രുദ്രം കേട്ടിട്ടില്ല? ശ്രീരുദ്രമന്ത്രം. അതുകൊണ്ട് 11 സാധനങ്ങൾ ഉപയോഗിച്ച് ശിവന് അഭിഷേകം ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിയയാണ്. ആ ക്രിയയിൽ നമ്മൾ ഓരോരുത്തരും പങ്കെടുക്കും. അത് രാവിലെ ചെയ്യേണ്ട കാര്യമാണ്. അത് ഓരോരുത്തരുടെയും പേരിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണം. രുദ്രം നമ്മുടെ ഭാഗത്ത് നടക്കാത്തതും നമ്മുടെ ക്ഷേത്രത്തിൽ ആദ്യമായി നടക്കുന്നതുമായ വളരെ വലിയ ഒരു യജ്ഞമാണ് രുദ്രയജ്ഞം. ഒരു തയ്യാറെടുപ്പ് ആര് നടത്തണം? നമ്മൾ നടത്തണം. ഇനി തിരുവാതിരയ്ക്ക് കുറേ ദിവസമുണ്ട്, പക്ഷെ അതിൻ്റെ മുമ്പേ തയ്യാറെടുപ്പ് നടത്താം. രാമായണ മാസത്തിൽ ഓരോ ആഴ്ചയിലും പ്രധാനപ്പെട്ട ഒരു ദിവസം രാമായണത്തിൻ്റെ ഒരു കാണ്ഡത്തെ അധികരിച്ച് പ്രഭാഷണം ചെയ്യാം. എത്ര കാണ്ഡമുണ്ട്? 7 കാണ്ഡമുള്ളത്. അതിൽ 7 കാണ്ഡവും കിട്ടാൻ പ്രയാസമാണ്. എന്നാൽ ഒരു 6 കാണ്ഡങ്ങളും കിട്ടുമെന്ന് നോക്കുക. വൈകുന്നേരത്തെ സമയത്ത് ഒരു പ്രഭാഷണം നിശ്ചയിക്കുക. അപ്പോൾ 6 ആഴ്ച അതുമായി ബന്ധപ്പെട്ട് പോകും. പിന്നെ നമുക്കുള്ളതൊരു ശിവരാത്രിയാണ്. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും അടുത്ത വർഷം. അപ്പോൾ മാസത്തിലുള്ള പ്രോഗ്രാമിന് നമ്മളെല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒരേ ചിന്തയോടുകൂടി നമ്മൾ ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. മനസ്സിലായല്ലോ? അവതാരം വായിക്കുകയാണ്. ഒരു ശ്ലോകം ചൊല്ലിയ अथा द्वादशोऽध्यायः सुसौवाच नमो धर्माय महते नमः കൃഷ്ണായ വേധസേ ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ ധർമാൻ വക്ഷ്യേ സനാതനാൻ ഏതദ്വഃ കഥിതം വിപ്രാ വിഷ്ണോശ്ചരിതമദ്ഭുതം ഭവദ്ഭിര്യതഹം പൃഷ്ടോ നരാണാം പുരുഷോചിതം അത്ര സങ്കീർത്തിതഃ സാക്ഷാത് സർവപാപഹരോ ഹരി നാരായണോ ഋഷീകേശോ ഭഗവാൻ സാത്വതാംപതി അത്ര ബ്രഹ്മപരം ഗുഹ്യം ജഗതഃ പ്രഭവാപ്യയം ജ്ഞാനം ച തദുപാഖ്യാനം പ്രോക്തം വിജ്ഞാനസംയുതം ഭക്തിയോഗസമാഖ്യാതോ വൈരാഗ്യം ച തദാശ്രയം പാരീക്ഷിതമുപാഖ്യാനം നാരദാഖ്യാനമേവ ച പ്രായോപവേശോ രാജർഷിർവിപ്രശാപാത് പരീക്ഷിത സുഖസ്യ ബ്രഹ്മർഷഭസ്യ സംവാദശ്ച പരീക്ഷിത യോഗധാരണയോത്ക്രാന്തി സംവാദോ നാരദാദയോ അവതാരാനുഗീതം ച സർഗപ്രാധാനികോഗ്രത
വിദുരോദ്ധവ സംവാദ ക്ഷത്രമൈത്രേയയോസ്തഥാ പുരാണ സംഹിതാ പ്രശ്നോ മഹാപുരുഷ സംസ്ഥിതി തതഃ പ്രാകൃതിക സർഗ സപ്തവൈരാജാശ്ചയേ തതോ ബ്രഹ്മാണ്ഡ സംഭൂതിർവൈരാജ പുരുഷോ യഥാ കാലസ്യ സ്ഥൂല സൂക്ഷ്മസ്യ ഗതി പത്മസമുദ്ഭവ ഭുവ ഉദ്ധരണേംഭോധർഹിരണ്യാക്ഷവധോ യഥാ ഊർധ്വവീര്യവവാക്സർഗോ രുദ്രസർഗസ്തഥൈവ ച അർദ്ധനാരീനരസ്യാധാ യതസ്വായംഭുവോ മനു ശതരൂപായ സ്ത്രീണാമാദ്യാ പ്രകൃതിരുത്തമ സന്താനോ ധർമ്മപത്നീനാം കർദമസ്യ പ്രജാപതേ അവതാരോ ഭഗവതഃ കപിലസ്യ മഹാത്മനഃ ദേവഹൂത്യാശ്ച സംവാദഃ കപിലേന ച ധീമതാ നവബ്രഹ്മസമുത്പത്തിർദക്ഷയജ്ഞവിനാശനം ധ്രുവസ്യ ചരിതം പശ്ചാത് പൃഥോ പ്രാചീനബർഹിഷ നാരദസ്യ ച സംവാദസ്തത പ്രയ്യവ്രതം ദ്വിജാഃ നാഭേസ്തതോ ചരിതം വൃഷഭസ്യ ഭരതസ്യ ച ദ്വീപവർഷസമുദ്രാണാം ഗിരിനദ്യുപവർണ്ണനം ജ്യോതിശ്ചക്രസ്യ സംസ്ഥാനം പാതാളനരകസ്ഥിതി ദക്ഷജന്മപ്രചേതോഭ്യസ്തൽപുത്രീണാം ച സന്തതി യതോ ദേവാസുരനരാസ്തിര്യന്നഗഖഗാദയാം ത്വാഷ്ട്രസ്യ ജന്മനിധനം പുത്രയോശ്ച ദിദേർവിജാഃ ദൈത്യേശ്വരസ്യ ചരിതം പ്രഹ്ലാദസ്യ മഹാത്മനാ മന്വന്തരാനുകഥനം ഗജേന്ദ്രസ്യ വിമോക്ഷണം മന്വന്തരാവതാരാശ്ച വിഷ്ണോർഹയശിരാദയ കൗർമമധാന്വന്തരം മാത്സ്യം വാമനം ച ജഗൽപതേ ക്ഷീരോദമധനം തദ്വദമൃതാർത്ഥേ ദിവൗകസ ദേവാസുരമഹായുദ്ധം രാജവംശാനുകീർത്തനം ഇക്ഷ്വാകുജന്മതദ്വംശാസുദ്യുമ്നസ്യ മഹാത്മനാ ഇളോപാഖ്യാനമത്രോക്തം താരോപാഖ്യാനമേവ ച സൂര്യവംശാനുകഥനം ശശാകാദ്യാനൃഗാദയ സൗകന്യം ചാതിശര്യാദേ കകുസ്ഥസ്യ ച ധീമതാ ഖട്വാംഗസ്യ ച മാന്ധാതു സൗഭരേ സകലസ്യ ച രാമസ്യ കോസലേന്ദ്രസ്യ ചരിതം ഗിൽബിഷാവഹം നിമേരംഗപരിത്യാഗോ ജനകാനാം ച സംഭവ രാമസ്യ ഭാർഗവേന്ദ്രസ്യ നക്ഷത്രകരണം ഭുവ ഐളസ്യ സോമവംശസ്യ യയാതേർനഹുഷസ്യ ച ദൗഷ്യന്തേർഭരതസ്യാപി ശന്തനോസ്തൽസുതസ്യ ച യയാതേർജ്യേഷ്ഠപുത്രസ്യ യയോർവംശാനുകീർത്തിത യത്രാവതീർണോ ഭഗവാൻ കൃഷ്ണാഖ്യോ ജഗദീശ്വര വസുദേവ ഗൃഹേ ജന്മ തതോ വൃദ്ധിശ്ച ഗോകുലേ തസ്യ കർമാണ്യപാരാണി കീർത്തിതാന്യസുരദ്വിഷ പൂതനാസുവയഃ പാനം ശകടോച്ചാടനം ശിശോ തൃണാവർത്തസ്യ നിഷ്പേഷസ്തഥൈവ ഭഗവത്സയോ ധേനുകസ്യ സഹ ഭ്രാതു പ്രളംബസ്യ ച സംക്ഷയ ഗോപാനാം ച പരിത്രാണം താവാഗ്നേ പരിസർപ്പത ദമനം കാളിയസ്യാഹേർമഹാഹേർനന്ദമോക്ഷണം വ്രതചര്യാതു കന്യാനാം യത്ര തുഷ്ടോച്യുതോ വ്രതൈഃ പ്രസാദോ യജ്ഞപത്നീഭ്യോ വിപ്രാണാം ചാനുദാപനം ഗോവർദ്ധനോദ്ധാരണം ച ശക്രസ്യ സുരഭേ രഥ യജ്ഞാഭിഷേകം കൃഷ്ണസ്യ സ്ത്രീഭിः ക്രീഡാ ച രാത്രിഷു ശംഖചൂഡസ്യ ദുർബുദ്ധേ ഭവോരിഷ്ടസ്യ കേശിന അക്രൂരാഗമനം പശ്ചാത് പ്രസ്ഥാനം രാമകൃഷ്ണയോः പ്രജസ്ത്രീണാം വിലാപശ്ച മധുരാലോകനം തതഃ ഗജമുഷ്ടികചാണൂര കംസാദീനാം ച യോ വധ മൃതസ്യാനയനം സൂനോ പുനഃ സാന്ദീപനേർഗുരോः മധുരായാം നിവസതാ യദുചക്രസ്യ യൽപ്രിയം കൃതമുദ്ധവരാമാഭ്യാം യുതേന ഹരിണാ ദ്വിജാഃ ജരാസന്ധസമാനൈര സൈന്യസ്യ ബഹുശോ വധ ഘാതനം യവനേന്ദ്രസ്യ കുശസ്ഥല്യാനിവേശനം ആദാനം പാരിജാതസ്യ സുധർമായ സുരാലയാത്
രുക്മിണ്യാഹരണം യുദ്ധേ പ്രമഥ്യഭ്യുഷോ ഹരേഃ ഹരസ്യ രുംഭണം യുദ്ധേ ബാണസ്യ ഭുജകൃന്ദനം പ്രാഗ്യോദിഷമതിം ഹത്വാ കന്യാനാം ഹരണം ചെയ്ത് ചൈത്യപൗണ്ഡ്രകസാൽവാനാം ദന്തവക്ത്രസ്യ ദുർമതേഃ ശംബരോ ദിവതഃ പീഠോ മുരപഞ്ചജനാദയം മാഹാത്മ്യം ച വധസ്തേഷാം വാരാണസ്യാശ്ച ദാഹനം ഭാരാവതരണം ഭൂമേർനിമിത്തീകൃത്യ പാണ്ഡവാൻ വിപ്രശാപാപദേശേന സംഹാരസ്യ കുലസ്യ ച ഉദ്ധവസ്യ ച സംവാദോ വാസുദേവസ്യ ചാദ്ഭുത യത്രാത്മവിദ്യാ അഖില പ്രോക്താ ധർമ്മവിനിർണയ തതോ മർത്യപരിത്യാഗ ആത്മയോഗാനുഭാവത യുഗലക്ഷണവൃത്തിശ്ച കലൗ നൃണാമപ്ലവ ചതുർവിധശ്ച പ്രളയ ഉൽപത്തിസ്ത്രിവിധാ തഥാ ദേഹത്യാഗശ്ച രാജർഷേർവിഷ്ണുരാദസ്യ ധീമത ശാഖാ പ്രണയനർഷേർമാർക്കാണ്ഡേയസ്യ സൽക്കഥ മഹാപുരുഷവിന്യാസ സൂര്യസ്യ ജഗദാത്മന ഇതി ചോക്തം തുജശ്രേഷ്ഠായൽ പൃഷ്ടോഹമിഹാസ്മിവ ലീലാവതാരകർമാണി കീർത്തിതാനീഹ സർവശാൻ പതിതസ്പദ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുകൗവാച അധ സർവഗുണോ വേദഃ കാലപരമശോഭനം യർഹൈവാജനജന്മക്ഷം ശാന്തർക്ഷഗ്രഹതാരകം ദിശ പ്രസേതുർഗഗനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ട പുരഗ്രാമവ്രജാകരാം നദ്യ പ്രസന്നസലില ഹൃദാജലരുഹശ്രിയ ദുജാളികുലസംനാദസ്തവകാവനരാജയ പവൗ വായു സുഖസ്പർശ പുണ്യഗന്ധവഃ ശുചി അഗ്നയശ്ച ദ്വിജാദീനാം ശാന്താസ്തപ്രസമിന്ധതാം മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹാം ജായമാനേ ജനേ തസ്മിൻ നേതുർദുന്ദുഭയോ ദിവി ജഗുഃ കിന്നരഗന്ധർവാ സ്തുഷ്ടുഃ സിദ്ധചാരണാഃ വിദ്യാധര്യശ്ച നനൃതു അപ്സരോപി സമം തദാ മുമുചുർമുനയോ ദേവാ സുമനാംസി മുദാന്വിതാ മന്ദം മന്ദം ജലധരാ ജഗർജുരനുസാഗരം നിശീധേ തമ ഉത്ഭൂതേ യായമാനേ ജനാർദ്ദനെ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഭാശയ ആവിരാസീത്യഥാ പ്രാച്യാം ദിശേന്ദുരിപ പുഷ്കല സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ആവിരാസീത്യഥാ പ്രാച്യാം ദിശേന്ദുരിപ പുഷ്കല തമത്ഭുതം ബാലകമംബുജക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മം കളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദസൗഭഗം മഹാർഹവൈഡൂര്യകിരീടകുണ്ടല തുഷാപരിഷ്വക്തസഹസ്രകുന്തളം ഉദ്ദാമകാഞ്ജംഗദകങ്കണാധിപിർ വിരോചമാനം വസുദേവൈക്ഷതാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കഴിഞ്ഞ 6 ദിവസമായി നെല്ലേരി ശ്രീ മഹാദേവ ക്ഷേത്ര തിരുസന്നിധിയിൽ നടന്നുവരുന്ന ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഉച്ച ആരതിക്ക് ശേഷം എല്ലാ ഭക്തജനങ്ങളും പ്രസാദം സ്വീകരിക്കുകയാണ്. വേനലവധിയിൽ കുട്ടികൾക്ക് ആഘോഷവും നാടിന് ഉത്സവമായിരുന്ന ഭാഗവത സപ്താഹം 2ാമത് നടന്ന ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന്റെ ഭാഗമാകുവാൻ നെല്ലേരിയപ്പന്റെ അനുഗ്രഹത്താൽ എനിക്ക് സാധിച്ചു. ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളിലായി നിൽക്കുന്ന ഭക്തജനങ്ങൾ സപ്താഹ യജ്ഞ വേദിയിൽ നിൽക്കുകയാണ്. ഭക്ഷണ വിതരണം നടക്കുന്നത്. ആനന്ദ നൃത്തം അതിനുശേഷമാണ് ഭക്ഷണ വിതരണം. ഈ മാസം 4-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് ആരംഭിച്ച കലവറ നിറയ്ക്കൽ ഘോഷയാത്രയോടുകൂടി
തുടങ്ങിയ സപ്താഹ ജ്ഞാനയജ്ഞം സപ്തദിനങ്ങളിലേക്ക് കടന്ന് ഇന്നത്തെ ഉച്ചയോടുകൂടി ഇവിടെ സമാപിക്കുകയാണ്. മഹാഭാരതം എന്ന ബൃഹത്തായ ഗ്രന്ഥത്തിൽ മഹാഭാഗവതം എന്ന മറ്റൊരു ഗ്രന്ഥത്തിലൂടെ വരികൾക്കിടയിലൂടെയുള്ള സൂക്ഷ്മമായ അർത്ഥതലങ്ങളിലൂടെ സാരാംശങ്ങൾ നമുക്ക് പറഞ്ഞു നൽകിക്കൊണ്ട് കഴിഞ്ഞ 7 ദിവസങ്ങളായി ഭാഗവതാമൃത ശ്രോതാക്കളായി മാറുകയായിരുന്നു നമ്മൾ. ഇന്നിവിടെ അതിന്റെ പൂർണ്ണതയിലേക്ക് കടക്കുമ്പോൾ മനസ്സും ശരീരവും ബുദ്ധിയുമെല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ നാളുകളിലെല്ലാം നമ്മളിവിടെ ശ്രദ്ധാപൂർവം ഇരിക്കുകയായിരുന്നു, ശ്രവിക്കുകയായിരുന്നു. ഒരു മനുഷ്യായുസ്സിൽ നമുക്കറിയാറുള്ളതെല്ലാം ഒരു വേദിയിൽ നിന്ന് അറിഞ്ഞ് പൂർണ്ണനാവുക എന്നുള്ളത് ജീവിതത്തിൽ അപ്രായോഗികമാണ്. എന്നാലും അല്പം ചില കാര്യങ്ങൾ അറിയുന്നതിലൂടെ ജീവിതത്തിൽ നാം ആരായിത്തീരണമെന്നും എന്തായിത്തീരണമെന്നുമുള്ളതിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടി ലഭിക്കുമ്പോൾ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാവുകയാണ്. അങ്ങനെയുള്ള ഒരു നാളുകളിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുന്നതിനു വേണ്ടി നമ്മുടെ മുന്നിൽ കെടാവിളക്കായി ജ്വലിച്ചു നിൽക്കുന്ന മഹത്തായ നമ്മുടെ ഗ്രാമക്ഷേത്രമാണ് നെല്ലേരി ശ്രീ മഹാദേവ ക്ഷേത്രം. മനസ്സർപ്പിച്ചൊന്ന് ഏതു കാര്യവും തടസ്സങ്ങളും മാറുന്നതിനു വേണ്ടി മനസ്സർപ്പിച്ചൊന്ന് ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിച്ചാൽ നിഷ്പ്രയാസം തടസ്സങ്ങളെ മാറ്റി ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്നും തരണം ചെയ്തുകൊണ്ട് ജീവിത വിജയം നേടുവാനുള്ള കരുത്തുള്ള അപാരമായ ശക്തിയുള്ള നമ്മുടെ ഗ്രാമദേവൻ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നിത്യപൂജ നടന്നു വരുന്ന നമ്മുടെ ഗ്രാമക്ഷേത്രം ഈ ക്ഷേത്ര സന്നിധിയിൽ ഭക്തജനങ്ങൾ നൽകി വരുന്ന നിർലോഭമായ സഹകരണങ്ങളും ആത്മാർത്ഥതയും സമർപ്പണമായി മാറുമ്പോൾ നാം ഉദ്ദേശിച്ച കാര്യങ്ങളും ലക്ഷ്യം വെച്ചിരിക്കുന്ന കാര്യങ്ങളുമെല്ലാം യാതൊരുവിധ പ്രതിബന്ധങ്ങളുമില്ലാതെ നമുക്ക് കയ്യെത്തിപ്പിടിക്കാൻ സാധിക്കുകയാണ്. ഈ ഗ്രാമദേവന്റെ ഉന്നതിക്കു വേണ്ടിയും ഉയർച്ചയ്ക്കു വേണ്ടിയും ഒരു ഭണ്ഡാരത്തിൽ നാം വീട്ടിൽ മാറ്റിവെക്കണമെന്ന് ഒരു അറിയിപ്പായി നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, നമ്മുടെ ഈ ക്ഷേത്രം ജീർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് ഉയരുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ഒന്നും ജീവിതത്തിൽ നമുക്ക് ഒരിക്കൽ പോലും സ്വപ്നം കാണാൻ സാധിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഇതിന്റെ ഉയർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉയർച്ചക്കനുസരിച്ച് ഗ്രാമത്തിലെ ജനങ്ങൾക്കും കുടുംബത്തിനുമെല്ലാം ഐശ്വര്യം ഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ ക്ഷേത്രം ഒരുപക്ഷെ വരുന്ന 3 വർഷത്തിനുള്ളിൽ കണ്ണൂർ ജില്ലയിലെയോ അതിനപ്പുറത്ത് കേരളത്തിലെ തന്നെ അറിയപ്പെടാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ക്ഷേത്രമായി മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ കർമ്മ പദ്ധതി ക്ഷേത്രത്തിന്റെ അണിയറയിൽ നടക്കുകയാണ്. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. വലിയ ചുറ്റുമതിൽ, ക്ഷേത്രത്തിന്റെ ബാഹ്യമായ പ്രൗഢിക്കപ്പുറത്ത് ആന്തരികമായ ചൈതന്യം, ആധ്യാത്മിക ചൈതന്യം ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഇന്ന് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ആളുകൾ ദർശനത്തിന് വന്നു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബാഹ്യമായ നമുക്ക് മറ്റു ചില പരിമിതികൾ കൂടിയുണ്ട്. അതെല്ലാം നമ്മുടെ വലിയൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ അണിയറയിൽ ചുറ്റുമതിൽ, അതുപോലെ തന്നെ വലിയ നടപ്പന്തൽ, ക്ഷേത്രത്തിൽ ഒരു ഓഡിറ്റോറിയം, അതുപോലെ ഭക്തജനങ്ങൾക്ക് വിശ്രമിക്കുവാനുള്ള വിശ്രമ മുറികൾ ഉൾപ്പെടെയുള്ള വലിയ ഓഡിറ്റോറിയങ്ങളും, അതുപോലെ നല്ല മനോഹരമായ പ്രവേശന കവാടം ഉൾപ്പെടെയുള്ള വലിയ ബൃഹത്തായ ഒരു കർമ്മ പദ്ധതി അണിയറയിൽ തയ്യാറായിട്ടുണ്ട്. ഏകദേശം 2 കോടി രൂപയാണ് ഈ മുഴുവൻ കാര്യങ്ങൾക്കും ചെലവ്. അതിന് നമ്മൾ ഭക്തജനങ്ങളായിരിക്കും നമുക്ക് സാധിക്കാവുന്ന രീതിയിൽ വരുന്ന 3 വർഷത്തിനുള്ളിൽ വലിയൊരു സമർപ്പണം ചെയ്യണം. ആ സമർപ്പണം നമ്മൾ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ കാര്യത്തിനു വേണ്ടി
വലിയ ഒരു രീതിയിൽ ഒരു സമർപ്പണം ചെയ്യാൻ ചില ഭക്തന്മാർ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് അവരുമായി അത് സംസാരിച്ച് ആ പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു. ആ ഭക്തന്മാരുടെ നിർലോഭമായ വലിയൊരു സമർപ്പണം ഇതിനുവേണ്ടി അവർ നീക്കിവെച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം നമ്മുടെ സമർപ്പണവും കാര്യമായി ചേർന്നാൽ 3 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളോടും കൂടി പരിമിതികളിൽ നിന്നും നമുക്ക് ഉന്നതിയിലേക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷേത്രത്തിന്റെ വളർച്ചയെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ അറിയിപ്പുകൾ നമ്മുടെ മനസ്സിൽ വെക്കുക. ക്ഷേത്രത്തിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും മനസ്സർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി നാളിതുവരെ ചെയ്തു വന്ന പ്രവർത്തനങ്ങൾ അണമുറയാതെ ഒരു തരത്തിലുള്ള പോറലുമില്ലാതെ കോട്ടമില്ലാതെ നമ്മോടൊപ്പം മനസ്സും ഹൃദയവും ശരീരവും ധനവും ഒപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ എല്ലാവിധ കാര്യക്രമങ്ങളും ഇവിടെ പൂർണ്ണമാവുകയാണ്.